എനിക്ക് ഞാൻ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആദ്യമൊക്കെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭയങ്കര നല്ല ഡ്രസ്സും നല്ല ഹെയർ സ്റ്റൈലും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു. ഭയങ്കര സുന്ദരനാക്കി കാണിക്കും എന്നുള്ളതായിരുന്നു സിനിമയെക്കുറിച്ചുള്ള ഒരു തോട്ട്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് കുളിക്കാത്തവനെ പോലെയുള്ള ഒരു ഇതിലേക്കാണ് ആദ്യം അഭിനയിക്കാൻ എന്താ പറയുക അവസരം കിട്ടിയതെന്നൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ പറയണത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ അവതരിപ്പിച്ചതിൻ്റെ മഹത്വം ആ കഥാപാത്രങ്ങളിൽ നിന്നിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ നാട്ടുകാരി ആയതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് ഈ പ്രോഗ്രാമിൽ വന്ന് ചേട്ടന് വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ പറ്റിയതിൽ താങ്ക്സ്. നവിയുടെ കുടുംബം ഞങ്ങൾ കുടുംബപരമായിട്ടൊക്കെ നല്ല അടുപ്പമുള്ളവരാണ്. അതുകൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് നവിയെ പറഞ്ഞത്. അതെ അതെ, നമ്മൾ സുന്ദരനായിട്ടുള്ള ഒരു ആഗ്രഹവും വലിയ മുടിയെല്ലാം വെട്ടി ഇറക്കി പല ഡ്രസ്സൊക്കെ ഘടിപ്പിച്ച് ഞാനത് എഴുതിയിരുന്ന ഇവിടെ. അശോകൻ, ഇനി ഏതൊരു വ്യക്തിക്കും നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നെ കുറിച്ചൊരു ധാരണയുണ്ടാവില്ല. അതിന് വേണം സ്വപ്നം എന്ന് പറയാം, ആഗ്രഹം എന്ന് പറയാം, ലക്ഷ്യം എന്ന് പറയാം, പലതും പറയാൻ വേണമെങ്കിൽ. സ്വപ്നം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു അബ്സ്ട്രാക്റ്റായി, ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു കോൺക്രീറ്റൈസ് ചെയ്യപ്പെട്ടു. ലക്ഷ്യത്തെക്കുറിച്ച് ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ അശോകനെ ഈ വേദി കാണുമ്പോൾ അശോകൻ എന്തായിട്ട് വരാനാണ് അശോകൻ ആഗ്രഹം? നിരവധി ഹിറ്റ് സിനിമകളുടെ മുന്നണിയിലുള്ള വ്യക്തി എന്താണ്? അതെയോ ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച് തൻ്റെ മനസ്സിലുള്ള ഒരു സിനിമയ്ക്ക് ഒരു രൂപവും ഭാവവും നൽകുന്ന ഒരു വ്യക്തി? ഇങ്ങനെയുള്ള ചിന്തകളുണ്ടോ എന്നുള്ളതാണ് അല്ലേ? അതെ. റൂട്ട് മാറ്റി അല്ലേ? അതെ. ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളത്. കുറച്ച് മടിയുണ്ട് അശോകൻ. മടിയുണ്ടെങ്കിൽ ഞാൻ ജോലിക്കാര്യത്തിൽ എനിക്ക് മടിയൊന്നുമില്ല. ബേസിക്കലി ഞാൻ മടിയനാണ്. ഇനീഷ്യേറ്റീവ് അശോകനെ കുറിച്ച് പറയുന്നത് അങ്ങോട്ട് പെട്ടെന്ന് എടുക്കില്ല തീരുമാനങ്ങൾ. കുറച്ച് നോക്കാം വരട്ടെ. അങ്ങനെയുണ്ട്. ഞാൻ ആദ്യം അങ്ങനെ പറയുള്ളൂ. എല്ലാം റെഡി ഞാൻ ആദ്യം പറയില്ല. എൻ്റെ സിനിമയെന്നുള്ളതല്ല, അല്ലാതെ തന്നെ ഞാൻ അങ്ങനെയാണ്. പൊതുവെ അങ്ങനെയാണ്, മടിയനാണ് പൊതുവെ. പക്ഷേ ഒരു വർക്ക് കാര്യങ്ങൾ ഏറ്റെടുത്താൽ നടത്തും. തീർച്ചയായിട്ടും വർക്ക് സമയങ്ങളിൽ ഞാൻ വളരെ ആക്റ്റീവായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്തം എങ്ങനെയാണോ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. കൃത്യസമയത്ത് എത്താൻ ശ്രമിക്കാറുണ്ട്. ആദ്യത്തെ സമയങ്ങളൊക്കെ ഞാൻ പലപ്പോഴും കാലത്തൊക്കെ ഷൂട്ടിംഗ് വരാൻ എനിക്ക് ഭയങ്കര മടി. കാരണം പ്രായത്തിൻ്റെ ആയിരിക്കും. അന്ന് ബ്രാഞ്ചേട്ടനെ വഴക്ക് പറയാം, നീ രാവിലെ എണീക്കണം, ഇവിടെ ഷൂട്ടിംഗ് ഇത്രയും പ്രൊഡ്യൂസർ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി എടുക്കുന്ന സിനിമയാണ്, നീ ഇങ്ങനെ ഉറങ്ങിയാന്നും ശരിയാവത്തില്ല, രാവിലെ പറയുന്ന സമയത്ത് എണീറ്റ് റെഡിയായി വരണം എന്നൊക്കെ എന്നോട് വഴക്ക് പറയുക ചെയ്യും. പത്മരാജൻ, ഭാരതൻ, അടൂർ സാർ, കെ.ജി. ജോർജ്, മോഹൻ തുടങ്ങി എത്രയോ പ്രഗത്ഭരുടെ കൂടെ അവരുടെ ഈ പറഞ്ഞ സിനിമാ സങ്കേതത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അശോകൻ. ഒരു കലാകാരനാണ്. എന്തുകൊണ്ട് അശോകൻ ഒരു സിനിമ സംവിധാനം ചെയ്തു? നമ്മളതിനകത്ത് പിഴിഞ്ഞ വിളിക്കൊണ്ട് തള്ളാനാണോ ഉദ്ദേശിക്കുന്നത്? അതാണോ ആഗ്രഹിക്കുന്നത്? സിനിമ നിർമ്മിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ഡയറക്ടർ കാര്യമല്ലേ? അതെ. അതുകൂടി ചുരുട്ടി കൊണ്ട് കളയാനായിരിക്കുമല്ലേ? ഇതൊക്കെ ആഗ്രഹമൊക്കെ ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് വലിയൊരു ഉത്തരവാദിത്തമുള്ള പണി. നല്ലൊരു കഥ കേൾക്കുമ്പോൾ മനസ്സിലൊരു സിനിമാ ശില്പിയുടെ ഒരു രൂപവും ഭാവവും വരില്ലേ? എനിക്ക് എൻ്റേതായ ചില ഐഡിയകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അതാ എല്ലാവർക്കും ഉണ്ടാവില്ലോ. ഉറപ്പായിട്ടും ഒരു നടിക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഐഡിയ പറയുകയാണെങ്കിൽ അശോകൻ എന്താ പറയാൻ പറ്റും? ഇല്ല, പറയുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയകളൊന്നും ഞാൻ മനസ്സിൽ കണ്ടിപ്പോൾ ചെയ്യാൻ പോകുമെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം ഒരാളെ മാത്രം കഴിവാന്ന് ഞാൻ പറയത്തില്ല. ഇപ്പം ഞാനങ്ങനെ ചെയ്യാൻ എന്നെ സഹായിക്കാൻ എനിക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാനൊക്കെ പലരും സിനിമ എന്താ കൂട്ടാകുകയും ആണല്ലോ. ടീം വർക്കാണ്. അപ്പോൾ അതിനകത്ത് ഉണ്ടാകും. അങ്ങനെ ധൈര്യമായിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുമോ സംവിധാനം ചെയ്യുകയൊക്കെ ചിലപ്പോൾ ചെയ്യുന്നിരിക്കും. എനിക്കിതിലൊക്കെ ആഗ്രഹം എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന പാട്ട് പാടുക എന്നുള്ള, അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. സംഗീതം ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കുകയോ അഗ്രഗണ്യനോ അല്ലെങ്കിൽ എല്ലാം തികച്ച് എല്ലാം പാസ്സായി ഒരാളൊന്നും അല്ല ഞാൻ. അത്യാവശ്യം ചില കേട്ടും ചില അറിവുകളും പാടി പരിചയങ്ങളും അതൊക്കെ കേട്ട് എവിടെയോ ചെറിയൊരു മനസ്സിൽ എരിയുന്ന ഒരു ആണ്. കാരണം ചെറുപ്പം പോലെ വന്നിരിക്കുന്ന കാര്യം അതാണ് മനസ്സിലുള്ളത്. അതുകൊണ്ടൊരു പാട്ട് കമ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി എനിക്ക്. നല്ലൊരു സംഗീത സംവിധായകനായിട്ട് അടുത്ത പ്രാവശ്യം അശോകനുമായിട്ട് എനിക്ക് ഇതുപോലെ സംവദിക്കാനൊരു അവസരം കിട്ടിട്ട്. അപ്പോൾ ഇത് ഇനി അഭിനയിക്കാതെ അങ്ങോട്ട് പോയാൽ മതി എന്നുള്ളതാണോ? അഭിനയത്തിന്റെ പുതിയ തീരങ്ങളും തലങ്ങളും താണ്ടി
അശോകൻ്റെ പഴയ 70കളിലെ 80കളിലെ വസന്തകാലത്തെ വീണ്ടും അശോകൻ മുത്തമിടട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. ഒരു സകലകലാ വല്ലവനാകട്ടെ. ഈ പേനയിൽ എന്തോ അർത്ഥമുണ്ട്. ഈ പേന വെച്ചിട്ട് ഞാൻ ആശംസിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കാറുണ്ട്. എനിക്ക് പേന പലപ്പോഴും കാണുമ്പോൾ ആ ഇതൊരാളെ ചൂണ്ടി നിർത്താനാണോ, മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ മതി എന്നുള്ള സംഭവത്തിൽ, അതോ എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങളെപ്പോലുള്ള ആനകളെ അടയുന്നതിന് ഒരു തോട്ടി ഉപയോഗിക്കും. നമ്മളൊരു ആട്ടുംകുട്ടിയാണ്. അശോകൻ, ഒരു പാട്ടിന് നമുക്ക് അവസാനിപ്പിക്കാം. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ. താങ്ക് യു.